നമസ്കാരം. മലയാള സിനിമയെ അടിമുടി കുലുക്കിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതുമായി ബന്ധപ്പെട്ട് പ്രമുഖ താരങ്ങളുടെ എല്ലാം അമ്മ സംഘടനയിൽ നിന്നുള്ള രാജിയും നമ്മൾ കാണുന്നത്. മലയാള സിനിമയിൽ മാത്രമല്ല മലയാള സീരിയൽ രംഗത്തും ഇത്തരത്തിലുള്ള ചൂഷണം നിലനിൽക്കുന്നു എന്ന് തെളിയുന്ന പുതിയ പരാതികൾ കൂടി രംഗത്തെത്തുകയാണ്. തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള സീരിയൽ താരം താരാലക്ഷ്മിയാണ് പ്രമുഖ സംവിധായകനെതിരെ പരാതിയുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി ഉൾപ്പെടെ നൽകിക്കൊണ്ടാണ് ഈ സംവിധായകനെതിരെ നടപടിയുമായിട്ട് മുന്നോട്ട് പോകാനൊരുങ്ങുന്നത്. താരാലക്ഷ്മി ചേരുന്നു. നമസ്കാരം. നമസ്കാരം. ഈ സംവിധായകൻ പേര് പറയാൻ കുഴപ്പമില്ലല്ലോ, എന്തായിരുന്നു സാഹചര്യം, ആരായിരുന്നു, എവിടെ വെച്ചായിരുന്നു പറയാൻ പറ്റുമോ? ഞാൻ പറയുന്ന സംവിധായകൻ ഉറിയടിയുടെ പ്രൊഡ്യൂസറും കബനി സീരിയലിന്റെ ഡയറക്ടറുമാണ്. അദ്ദേഹത്തിന്റെ പേരാണ് സുധീഷ് ശങ്കർ എന്നാണ്. അപ്പം അദ്ദേഹത്തിൽ നിന്നാണ് എനിക്ക് ഈ അനുഭവം ഉണ്ടായത്. ഇപ്പം തീർത്തും ഇപ്പം സിനിമാ രംഗത്ത് നടക്കുന്ന ഈ പ്രശ്നം അറിയാലോ. ഹേമ കമ്മിറ്റി അനുബന്ധിച്ച് ഇപ്പം സീരിയൽ രംഗത്തെ ഈ പ്രശ്നങ്ങൾ തിരക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ മുതൽ ഒരു രഹസ്യ കമ്മിറ്റി രൂപീകരിച്ചിരിക്കുകയാണ്. അപ്പം അതിൽ വളരെ സന്തോഷം. ഞാനിപ്പം പറയുന്നതെന്ന് വെച്ചാൽ സീരിയൽ രംഗത്ത് കുറേ പറയാൻ പറ്റാത്ത കുറച്ച് മുഖങ്ങളുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ അത്രയും 4.5 വർഷമായിട്ട് ഞാൻ ഓരോ സെറ്റിലും നടന്ന് കണ്ട കാഴ്ച എൻ്റെ മനസാക്ഷിയെ നിർത്തിക്കൊണ്ട് അത്രയും കൃത്യമായിട്ടാണ് ഞാൻ പറയുന്നത്. കുറേ പേർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അതിലെനിക്ക് വളരെ അഭിമാനമുണ്ട്. ഞാൻ ഇത് വിജയം കിട്ടും വരെ ഞാൻ പോരാടുകയും ചെയ്യും. അപ്പം ഞാൻ വിഷയത്തിലേക്ക് വരാം. ഉറിയടിയുടെ സെറ്റിൽ വെച്ചിട്ടാണ് ഇദ്ദേഹവും പ്രൊഡക്ഷൻ കൺട്രോളറായ ഷാനുവും എന്നോട് പറയുന്നത് ഒരു പുതിയ സീരിയൽ തുടങ്ങാൻ പോകുന്നു. ഇതിനകത്ത് ഒരു ചെറിയ വേഷമാണ്, പാട്ട് സീനാണ് വിളിച്ചത്. അപ്പോൾ പറഞ്ഞ ഒരു സീരിയൽ വരുന്നുണ്ട്, അത് നല്ല ഒരു വേഷമാണ്, ഓഡിഷന് വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഷാനു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മ്യൂസിയത്തിൻ്റെ ബാക്കിൽ ഓഡിഷൻ നടക്കുവാണ്, അങ്ങോട്ട് വാ താരേന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ചെല്ലുമ്പോഴാണ് മനസ്സിലാവുന്നത് എന്നെ ഒരു ട്രാപ്പിലാണ് പെടുത്തിയിരിക്കുന്നത്, അവിടെ ഓഡിഷൻ ഇല്ലെന്ന്. അപ്പോൾ ഷാനുവിനോട് ചോദിച്ചു. ഷാനു ധൈര്യമായിട്ട് അങ്ങോട്ട് ചെല്ലും, ഡയറക്ടർ ഇരിപ്പുണ്ട്. അപ്പം ഞാൻ ചെന്നപ്പോൾ അങ്ങനെ നല്ല മാന്യമായിട്ട് പെരുമാറുന്നുണ്ട്. എല്ലാ കഥ ഒരുവിധം ഓൺലൈൻ പറഞ്ഞു. അതിനുശേഷം ഇന്ന ക്യാരക്ടറാണെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഒരു നല്ല ക്യാരക്ടറുണ്ട്, അത് യമുന ചേച്ചിയുടെ അനിയത്തിയായിട്ടുള്ളതാണ്, വളരെ ശ്രദ്ധിക്കപ്പെടും, താരെ ഒരു വലിയ ലെവലിലേക്ക് ഞാൻ മാറ്റും എന്നൊക്കെ വലിയ മോഹന വാഗ്ദാനമൊക്കെ തന്നു. എന്നിട്ട് പറഞ്ഞു പക്ഷേ ഒരു ഡിമാൻഡ് കൂടിയുണ്ട്. ഞാൻ പറഞ്ഞു സാറേ എന്താ ഡിമാൻഡ്? അത് അഡ്ജസ്റ്റ്മെൻറ്റ്. അപ്പം ഞാൻ പറഞ്ഞു സാറേ അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വെച്ചിട്ട് എനിക്കൊരു പ്രശസ്തി വേണ്ട എന്ന് ഓപ്പണായിട്ട് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ മുഖമൊക്കെ ഇങ്ങ് വല്ലാണ്ടായി. പിന്നെ പുള്ളിയുടെ ഒരു സംസാര രീതിയെ മാറി. അങ്ങനെ പുള്ളി ഡ്രിങ്ക്സ് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളി ഇങ്ങനെ കയറി ഇങ്ങനെ പിടിച്ചപ്പോൾ ഞാൻ കൈ തട്ടി മാറ്റി. അപ്പോഴേ അയാൾക്ക് മനസ്സിലായി നടക്കത്തില്ല. അപ്പോൾ അദ്ദേഹം ബലം പ്രയോഗിച്ച് വേദനിപ്പിച്ച് എന്നെ പിടിച്ചപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് അവിടെ പൊരുതി നിന്നാലേ പറ്റത്തുള്ളൂ. പിന്നെ എൻ്റെ ആരോഗ്യവും ധൈര്യവും വെച്ചിട്ട് ഞാൻ തള്ളി മറിച്ചിട്ടിട്ട് ഞാൻ ഇറങ്ങി വരുമായിരുന്നു. പക്ഷെ എൻ്റെ ഭാഗ്യം എന്ന് വെച്ചാൽ വെളിയിൽ നിന്ന് ഷാനു ഡോറ് പൂട്ടിയിട്ടില്ല, ചാരിയിട്ടേ ഉള്ളായിരുന്നു. അതുകൊണ്ട് ഞാൻ അവിടുന്ന് വന്നു. പിന്നീട് ഞാനത് അറിയിക്കേണ്ടവരെ അറിയിച്ചിട്ടുണ്ട്, മ്യൂസിയത്ത് അധികാരപ്പെട്ടവരെ ഞാൻ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ കേസാക്കിയില്ല. എന്ന് വെച്ചാൽ എനിക്കും കുടുംബമുണ്ട്, എൻ്റെ ഒരു മോള് വളർന്നു വരികയാണ്. അതൊക്കെ കൊണ്ട് അവരുടെയൊക്കെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ കേസായിട്ട് പോയില്ല. പിന്നെ ഇപ്പോൾ 2019 ഇപ്പോൾ എൻ്റെ ആളുകൾ ചോദിക്കുന്നത് ഇതിപ്പോൾ ഒരു ആപ്റ്റായ സമയമാണ് പറയാൻ. പിന്നെ ഒരുപാട് പേര് എന്നെ ഇപ്പം തന്നെ ഞാൻ ഇങ്ങനെ ഒരു ചാനലിൽ കൊടുത്തപ്പോൾ തന്നെ എന്നെ പല കുട്ടികളും വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചി ഒന്ന് പറയും ഇങ്ങനെയൊക്കെ അനുഭവം. അപ്പം ഞാനും തെറിച്ചു ഇത്രയും അനുഭവം. അപ്പോൾ ഈ ഡയറക്ടറിനെ പറ്റി അതിനകത്തുള്ളൊരു കുട്ടി എനിക്ക് പറയാൻ പറ്റൂല, അത് ഒരു കോളേജ് സീനുണ്ട്. അപ്പോൾ കുറച്ച് കുട്ടികളുമായിട്ട് ഞാൻ ഭയങ്കര കോണ്ടാക്ട്സാണ്. അതിൽ ഞാൻ മോളെപ്പോലെ കരുതുന്ന ആ കുട്ടി എന്നെ വിശ്വസിച്ച്, ആ കുട്ടിക്കറിയാം ഞാൻ ഒരിക്കലും പേര് വെളിപ്പെടുത്തത്തില്ല എന്ന് 100% വിശ്വാസമുള്ളതുകൊണ്ട് ആ കൊച്ചു എന്നോട് പറഞ്ഞു ചേച്ചി ഇവർ സ്റ്റാച്യൂവിൽ റൂം എടുത്തിട്ടുണ്ടായിരുന്നു പിള്ളേർ എല്ലാവർക്കും താമസിക്കാൻ വേണ്ടിയിട്ട്. കുറേ ബംഗാളി പോലെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഹിന്ദിക്കാരാണ് ഈ പ്രൊഡ്യൂസർ ആ കമ്പനിയുടെ. അപ്പം അവിടെയാണ് താമസിക്കുന്നത്. അവിടെ കുറച്ച് കാര്യങ്ങൾ നടന്നു. അപ്പോൾ ആ കൊച്ചു പറഞ്ഞു ഡയറക്ടർ അവിടെ വരും, അവിടെ വെച്ച് ഡ്രിങ്ക്സ് കഴിക്കാറുണ്ട്, എന്നെ കൊണ്ട് നിർബന്ധിച്ച് കുറച്ച് പ്രമുഖർക്ക് ഒഴിച്ചു കൊടുക്കണമെന്നു. അപ്പോൾ അത് ഈ കൊച്ചിനെ കൊണ്ട് നിർബന്ധിച്ച്, ഈ കൊച്ചു ആദ്യമൊക്കെ വയ്യാന്ന് പറഞ്ഞു, പക്ഷേ നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചു. അതിനുശേഷം 16 പേർക്ക് ബെഡ് ഷെയർ ചെയ്യണമെന്ന് ഈ കൊച്ചിനോട് പറഞ്ഞു. അപ്പോൾ ഈ കൊച്ചു പറ്റത്തില്ല എന്ന് പറഞ്ഞു. അത് വൈരാഗ്യമായി ഈ കൊച്ചിനെ എൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് മുഖത്തടിച്ചു എന്ന് വെച്ചാൽ നല്ല സുന്ദരമായിട്ട് അടിച്ചു, സെറ്റിൽ വെച്ചിട്ട്. അത് പക്ഷേ എന്താ പറയേണ്ടത്, ഇദ്ദേഹത്തിന് എതിർക്കുന്നവരാ അദ്ദേഹം തന്നെ വേദനിപ്പിച്ചിട്ട് ഒരുമാതിരി സാഡിസ്റ്റ് മൈൻഡാണ്. അപ്പം എന്നോടും ഇതേപോലെ, ഞാനും സഹകരിക്കാത്തതുകൊണ്ട് എന്നോടും ഇതേപോലെ
പെരുമാറി. അപ്പം ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ചാനലിൽ വന്ന് പറയുമ്പോൾ ആളുകൾ പറയുകയാണേ ഇവക്ക് 2 അടിയുടെ കുറവുണ്ട്. നമ്മളുള്ള കാര്യം നമ്മൾ ഓരോ പിന്നെ സെറ്റിൽ നടക്കുന്ന കാര്യങ്ങൾ പുറത്തു വന്ന് പറയുമ്പോൾ ജനം അത് രസമായിട്ട് ആരാൻ്റെ അമ്മയ്ക്ക് ഈ പറഞ്ഞ 16 പേരോടെ ഇവിടെ കിടക്കണമെന്ന് ഈ നടി പരാതിപ്പെട്ടിട്ടുണ്ടോ? ആ കുട്ടിയുടെ യൂട്യൂബ് ചാനലിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്തിന്. അന്ന് സെറ്റിൽ ബാക്കിയുള്ളവരൊക്കെ വന്നിട്ട് സപ്പോർട്ടായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. പോലീസ് പരാതിപ്പെട്ടില്ല. ആ കൊച്ചു കല്യാണം കഴിക്കാത്ത ഒരു കുട്ടിയാണ്. പിന്നെ ഈ ഫീൽഡിൽ നിൽക്കുമ്പോഴേ അവർ കേസുമായിട്ട് വരൂലല്ലോ. നമുക്ക് പക്ഷേ അങ്ങനെ ഒരു പ്രശ്നമില്ല. നമ്മൾ ചാനലുമായിട്ട് പോകുന്നതുകൊണ്ട് നമ്മളിതെല്ലാം പിന്നെ റിസർച്ച് ചെയ്യുന്ന എനിക്കൊരു അന്വേഷണ അങ്ങനെ ഒരു സ്വഭാവം ഉള്ളതാണ്. കൊച്ചിലെ അങ്ങനെ ഒരു ത്വരയുള്ളത് കൊണ്ട് ഞാൻ എല്ലാ കാര്യവും പിന്നെ ശ്രദ്ധിക്കുകയും ചെയ്യും. ഞാൻ അത് ഓപ്പണായിട്ട് മുഖത്ത് നോക്കി പറയുകയും ചെയ്യും. എനിക്കൊരു ധൈര്യത്തിന് കുറവുമില്ല. ഭീഷണി അത് ഇന്നലെ കൂടിയും എന്നെ ആളുകളെ വിളിച്ച് ഫോണിലല്ല അല്ലാതെ പറഞ്ഞു താര സൂക്ഷിക്കണം, താരയ്ക്ക് വണ്ടി ഇടിച്ച് വീണോ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ വരട്ടി. ഒന്നുമില്ലെങ്കിലും ഒരു മോള് വളർന്നു വരുവാണ്, അതിൻ്റെ ഭാവി ഓർമ്മ. ഞാൻ പറഞ്ഞു മോളൊക്കെ ഉണ്ട്, അത് അവിടെ ഇരിക്കട്ടെ, പക്ഷെ ഞാൻ പോരാടൂ എന്ന് പറഞ്ഞാൽ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഈ സീരിയൽ ആത്മ അടക്കമുള്ള സംഘടനകളിൽ മെമ്പർഷിപ്പോ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ആരോടെങ്കിലും ഔദ്യോഗികമായിട്ട് ഇതിന്റെ ഭാരവാഹികളോടോ സീരിയൽ സെറ്റിലുള്ള മറ്റ് ആരോടെങ്കിലും പരാതി? ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ എനിക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം. നമ്മൾ രേഖാപൂർവം പോലും പെറ്റീഷൻ കൊടുത്താൽ അവർ ചവിറ്റുകൂട്ടെ കളയുമെന്ന് എനിക്ക് നല്ല പൂർണ്ണ ബോധ്യമാണ്. പക്ഷെ എനിക്ക് മീഡിയയെ വിശ്വാസമാണ്, പോലീസിനെ വിശ്വാസമാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു സെറ്റിൽമെന്റിൽ ബന്ധപ്പെട്ട് ഇല്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ പൈസ അങ്ങനെയുള്ള ഒരു ഞാൻ അത്യാവശ്യം പിന്നെ കെട്ടുറപ്പുള്ള ഒരു ഫാമിലിയിൽ നിന്ന് വരുന്നത്. അതുകൊണ്ട് എനിക്ക് അങ്ങനെയുള്ള ആവശ്യമില്ല. പണം അല്ല, പല രീതിയിലുള്ള ഇപ്പൊ ഒരു ഇത് വരുന്നുണ്ട്. ആരോപണം പറയുമ്പോൾ ഇതിന് അടിസ്ഥാനം വേണം, ഇതിന് തെളിവുകൾ വേണം. എല്ലാത്തിനുമുള്ള തെളിവ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ അതെല്ലാം പോലീസിന് സമർപ്പിച്ച് അവർക്ക് ബോധ്യമായത്. അപ്പൊ അവര് എൻ്റെ മൊഴിയെടുത്ത പോലീസുകാർ എന്നോട് ചോദിച്ചു ഇത്രയും നാൾ എന്തിന് ഇങ്ങനെ അദ്ദേഹത്തിന് അതെ ഇത്രയും അടിപൊളിയായിട്ട് അയാൾക്ക് ജീവിക്കാൻ 4.5 വർഷമാണ് ഇയാൾ കൊടുത്തതെന്നാണ് പറഞ്ഞത്. പുള്ളിക്കാരൻ ആ സമയത്ത് എന്നെ വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. എന്നോട് ഫോൺ വിളിക്കാറുണ്ട്, സാധാരണ വിശേഷങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ ഈ പ്രശ്നത്തിന് ശേഷം അദ്ദേഹത്തിന് നല്ല ബുദ്ധിയാണ്. ഞാൻ റെക്കോർഡ് ചെയ്യും. ഞാനൊരു യൂട്യൂബർ ആയതുകൊണ്ട് പിന്നീട് ഒരിക്കലും അദ്ദേഹം ഫോൺ ചെയ്തിട്ടില്ല. ഇല്ല, ഭയങ്കര കാഷ്വലായിട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ നല്ല ഫ്രണ്ട്ഷിപ്പ് അദ്ദേഹം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു വിശേഷം വേറെ എന്താന്ന് വെച്ചാൽ അത് ഞാൻ ഇതുവരെ ഒരു ചാനലിൽ പറഞ്ഞിട്ടില്ല. പാടാത്ത പൈങ്കിളി എന്ന് പറഞ്ഞ സീരിയലിന്റെ ലൊക്കേഷൻ മല്ലിക ചേച്ചിയുടെ വീടായിരുന്നു. ആ വീട് അതായത് ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന വീടും ഒരേപോലെ അവിടെ സംസാരിക്കുന്നത് ഇവിടെ കാണാം, അവിടെ പിന്നെ ജനൽ തുറന്നിട്ടാൽ ഇവിടെ കാണാൻ പറ്റും. അവിടെ ഇദ്ദേഹം പാടാത്ത പൈങ്കിളിയിലെ ആരെന്ന് പറയുന്നില്ല ഒരു കുട്ടിയെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. അത് ഷൂട്ടിന് മുമ്പെയാണ്. 1 മാസത്തോളം താമസിപ്പിച്ചു. ആ കൊച്ച് പിന്നെ ഒറ്റയ്ക്കാണ് അവിടെ ഫുഡ് പിന്നെ കുക്ക് ചെയ്യുന്നതൊക്കെ എനിക്ക് എൻ്റെ ബെഡ്റൂമിൽ നിന്ന് തുറക്കുമ്പോൾ കാണാം. എന്നിട്ട് അവിടെ വേറെ പല വ്യക്തികളും വന്നു പോകുന്നതും ഒക്കെ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. അപ്പം ഇദ്ദേഹം അവരൊരിക്കലും പരാതിപ്പെടൂലല്ലോ. അപ്പം ആ കുട്ടിക്കൊരു ടിക്ടോക്ക് ഒക്കെ ചെയ്തു വന്ന ഒരു കുട്ടിയാണ്. അപ്പം ആ കുട്ടിയെ സംബന്ധിച്ച് അതിന് വലിയൊരു കരിയർ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. നായികയല്ല, വേറൊരു കുട്ടി. അപ്പം അതിനെ സംബന്ധിച്ച് വലിയൊരു കരിയർ ഉണ്ടാവുക, അത് പരാതിപ്പെടേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ കുറ്റകൃത്യത്തെ പറ്റിയാണ്. അപ്പം ഒരുപാട് പേര് പറഞ്ഞ സംഗതി ഇപ്പൊ നമ്മൾ ജനൽ തുറന്ന് കണ്ടു എന്ന് പറയുന്ന സാധനമാണെങ്കിൽ തെളിയിക്കാൻ ഒരു ആധികാരികമായി ഒരു ആരോപണമായിട്ട് അവിടെ നിലനിൽക്കില്ല. പുള്ളിക്ക് അദ്ദേഹത്തിന് അത് വാദിക്കാൻ കഴിയും. അത് വാദിക്കാം. പക്ഷെ എന്റെ കാര്യത്തിൽ തെളിവുള്ളതാണ്. അല്ല, ഞാൻ പൊതുവെ ഒന്ന് പറഞ്ഞതാ അദ്ദേഹത്തിന്റെ ക്യാരക്ടറിനെ പറ്റി. അതെന്ന് വെച്ചാൽ ഇല്ല, കുട്ടി വിളിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞില്ലേ 16 പേരോട് ബെഡ് ഷെയർ, അതുപോലെ ഇവിടെയും ഞാൻ പലരും വരുന്നത് കണ്ടു. അത് ഞാൻ സൂചിപ്പിച്ചതാ. അതെ, ഞാൻ ഇയാളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. വേറെ ഞാൻ ഒരിക്കലും സീരിയൽ മേഖലയെ മൊത്തം ഞാൻ പറയില്ല. ഇതിലേക്ക് ഞാൻ ഉറിയടിയുടെ സെറ്റിൽ ഞാനൊരു ഗാന അവിടെ പോയതാ. അപ്പം ഞാൻ ഉദ്ദേശിച്ച പോയിന്റ് എന്ന് വെച്ചാൽ ഞാൻ സീരിയൽ മേഖലയെ മൊത്തം അടച്ചാക്ഷേപിച്ച് പറയില്ല. ചില പുഴുക്കുത്തുകൾ എന്ന് മാത്രമേ പറയുന്നുള്ളൂ.
അപ്പം ഈ ഇവരുടെ ഏതെങ്കിലും തരത്തിലുള്ള സെറ്റിൽമെന്റ് ഇപ്പൊ ആദ്യം തന്നെ ഇല്ല എന്ന് പറഞ്ഞു. മറ്റു ഈ ഒത്തുതീർപ്പിനുള്ള അനുരഞ്ജനത്തിനുള്ള എന്തെങ്കിലും സാഹചര്യങ്ങൾ ഒരുങ്ങുന്നുണ്ടോ? ഇല്ല, അവരൊരിക്കലും എൻ്റെ ഫോണിലേക്ക് വിളിക്കത്തില്ല. ഇതിന് ഈ ഒരു അനുഭവത്തിന് ശേഷം പിന്നീട് സീരിയൽ മേഖലയിലോട്ട് അധികം പോയിട്ടില്ല? ഞാൻ ജസ്റ്റ് ഒക്കെ പോവാറുണ്ട്. അത് മാത്രമല്ല, ഞാൻ കുറച്ച് എഴുത്തും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എറണാകുളം ബേസ് ചെയ്ത് ഞാൻ പ്രൊഡ്യൂസറെ കണ്ടു അങ്ങനെയൊക്കെ പോവാറൊക്കെ ഉണ്ട്. എനിക്ക് ഈ മേഖലയിൽ എല്ലാ സെലിബ്രിറ്റികളും എല്ലാവരുമായിട്ട് നല്ല കണക്ഷൻ ഉണ്ട്, എല്ലാവരുമായിട്ടും നല്ല കണക്ഷൻ ഉള്ളതാണ്. പക്ഷേ ഇദ്ദേഹത്തിൽ നിന്നാണ് ഇങ്ങനെ ഒരു അനുഭവം എനിക്ക് വന്നത്. അത് ഭയങ്കര ഷോക്കായിപ്പോയി. പിന്നീട് ഞാൻ ഇദ്ദേഹത്തെക്കുറിച്ച് അറിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഈ കാര്യങ്ങളെല്ലാം മീഡിയയിലേക്ക് അറിയിക്കണമെന്നുള്ളൊരു ഇതായിപ്പോയി. അതെ, അതിൽ ഏറ്റവും എനിക്ക് സന്തോഷം ഇപ്പം ഹേമ കമ്മിറ്റി പോലെ ഒരു കമ്മിറ്റിയും കൂടെ വന്നെന്ന് അറിഞ്ഞത് ഭയങ്കര സന്തോഷം. ഒരു രഹസ്യ കമ്മിറ്റിയാണ്. ഈ രംഗത്തുള്ള കാര്യങ്ങളെല്ലാം രഹസ്യമായിട്ട് അന്വേഷിക്കാൻ കമ്മിറ്റിയും വന്നിരിക്കും. സന്തോഷം. ഓക്കെ, താങ്ക് യു.